തനി നാടൻ രീതിയിൽ ഒരു വറുത്തരച്ച ചിക്കൻ കറി റെഡിയാക്കിയാലോ? നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാണാൻ ശ്രമിക്കുക കേട്ടോ. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 കരയാമ്പൂ, 1 പീസ് പട്ട, 2 ബേ ലീവ്സ്, പിന്നെ നാളികേരം, 100 ഗ്രാം വെളുത്തുള്ളി, 6 അല്ലി, 1 പീസ് ഇഞ്ചി, പകുതി സബോള നീളത്തിലരിഞ്ഞത് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അളവുകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് വേവാൻ പാകത്തിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പുറത്തെ സ്റ്റവിൽ നമുക്ക് നാളികേരം വറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ഇത്തിരി ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ വെച്ചിരുന്ന നാളികേരവും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നമുക്ക് അതൊന്ന് നന്നായിട്ട് വറന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ നേരത്തെ സ്പൈസസ് ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം ഒഴിയുള്ള ബാക്കിയുള്ള എല്ലാ സ്പൈസസും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകം നമുക്ക് ഒരുവിധം വറന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഒരുവിധം പകുതി വറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് മല്ലി ചേർത്ത് കൊടുത്ത് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ കൂടും. അപ്പോൾ ഈ ഒരു വറവാകുമ്പോൾ നമുക്കിതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അത് ബ്രൗൺ നിറമാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറാൻ വേണ്ടി നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ചൂടാറ്റാൻ വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊരു മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ചിക്കൻ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരെ നമുക്കത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിലേക്ക് മിക്സിയിൽ കഴുകി ഒന്ന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ആവശ്യത്തിന് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്, വറുത്തരച്ച കറി. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളവും മിക്സി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്നൊരു 10 മിനിറ്റ് വേവട്ടെ മിക്സും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാച്ചാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ഓണിയൻ ഒരു പകുതി ചെറുതാക്കി അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം.
സബോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ കാച്ചിയത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെയ്ക്കും ഇങ്ങനത്തെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.